ഒന്നിച്ചങ്ങിറങ്ങുമല്ലേ എന്ന ടാഗ് ലൈനുമായിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കുതിച്ചിറങ്ങാനിറങ്ങിയ CPM-ന് സ്വന്തം പാളയത്തിൽ നിന്നുമുള്ള പടയൊരുക്കം കടുത്ത തലവേദന ഉണ്ടാക്കുകയാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ 6 പതിറ്റാണ്ടിന്റെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച TK ഗോവിന്ദൻ രംഗത്തെത്തിയത് കണ്ണൂരിലെ വിഭാഗീയതയുടെ ആഴം വ്യക്തമാക്കി. കുടുംബവാഴ്ച ആരോപിച്ച പാർട്ടിയിട്ട TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് ഗോവിന്ദനിസത്തിനെതിരെയുള്ള ഒരു നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. അഴിമതി ആരോപണം ഉന്നയിച്ച പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനും സമാനമായ രീതിയിൽ പടിയിറങ്ങിയതോടെ കണ്ണൂരിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയായി. മുൻ മന്ത്രി G സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിക്ക് പുറത്തായതും PK ശശി, A സുരേഷ് തുടങ്ങിയവർ വിമതസ്വരം ഉയർത്തിയതും പിണറായി വിജയന്റെ മുൻപത്തെ അപ്രമദിതത്തിന് വെല്ലുവിളിയാണ്. പഴയകാലത്ത് VS അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ വിമതരെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ടു പോകാം എന്നായിരുന്നു നേതൃത്വം കണക്കാക്കിയത്. എന്നാൽ മുതിർന്ന നേതാക്കൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്നതും പലരും UDF പിന്തുണയോടെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നതും തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് അണികൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഉൾപ്പെടെയുള്ള വിമതസ്വരങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കടുത്ത ജാഗ്രത പാലിക്കാൻ CPM നിർദ്ദേശം വന്നിരിക്കുകയാണ്. തളിപ്പറമ്പിൽ ഇന്ന് നടക്കുന്ന ഇടത് സ്ഥാനാർത്ഥി PK ശ്യാമളയുടെ മണ്ഡലം കൺവെൻഷനിൽ CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പങ്കെടുക്കും. ജില്ലാ കമ്മിറ്റിയിലെ എതിർപ്പ് തള്ളിയാണ് ഭാര്യ PK ശ്യാമളയെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് പാർട്ടി വിട്ട TK ഗോവിന്ദൻ ആരോപിക്കുന്നത്. ഇന്നലെ മലപട്ടണത്ത് പ്രതിഷേധ പ്രകടനങ്ങളും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും നടന്നിരുന്നു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ CPM-ൽ നിന്നും പുറത്താക്കിയിരുന്നു. ഗോവിന്ദൻ പാർലമെന്ററി വ്യാമോഹത്തിന്റെ ചെളിക്കുണ്ടിൽ വീണുപോയി എന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കുറ്റപ്പെടുത്തിയത്. MV ഗോവിന്ദന്റെ താൽപര്യമാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ KK രാഗേഷ് നടപ്പാക്കിയത് എന്നാണ് TK ഗോവിന്ദന്റെ തിരിച്ചുള്ള ആരോപണം. BJP, ജമാഅത്തെ ഇസ്ലാമി ഒഴികെയുള്ള എല്ലാവരുടെയും പിന്തുണയും സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. പയ്യന്നൂരില് TV മധുസൂദനൻ MLA രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ചാണ് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നത്. CPM വിട്ട കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുണ്ട്. കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ RSP തീരുമാനിച്ചിട്ടുമുണ്ട്. കുറ്റ്യാടിയിലും പൊന്നാനിയിലും മുൻപുണ്ടായ ജനകീയ പ്രതിഷേധങ്ങൾ തിരുത്തുവാൻ പാർട്ടി നിർബന്ധിതമായ ചരിത്രവുമുണ്ട്. എന്നാൽ ഇത്തവണ നേതാക്കൾ തന്നെ നേരിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഗോവിന്ദനും പിണറായിക്കും വലിയ പരീക്ഷണമാണ്. കണ്ണൂരിലെ മലപട്ടണത്ത് TK ഗോവിന്ദനെതിരെ പ്രതിഷേധ റാലി നടത്തി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും താഴെത്തട്ടിൽ അണികൾക്കിടയിൽ പുകയുന്ന അതൃപ്തി വോട്ടെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് കണ്ടറിയണം. കണ്ണൂരിലെ ഈ പടയൊരുക്കങ്ങൾക്കിടയിലും EP ജയരാജനും പുലർത്തുന്ന തന്ത്രപരമായ മൗനം പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. മുൻ മന്ത്രി G സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിക്ക് പുറത്തായതും PK ശശി, A സുരേഷ് തുടങ്ങിയവർ വിമതസ്വരം ഉയർത്തുന്നതും പിണറായി വിജയന്റെ മുൻപത്തെ അപ്രമദിതത്തിന് വെല്ലുവിളിയാണ്. പഴയകാലത്ത് VS അച്യുതാനന്ദനെ ഒതുക്കിയതുപോലെ വിമതരെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ടു പോകാമെന്ന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇവിടെ തെറ്റിപ്പോകും.